ഇറാൻ എന്ന നാഗരികതയെ ഒന്നാകെ തുടച്ചു നീക്കുമെന്ന ഭീഷണികൾക്കൊക്കെ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിനാണ് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുന്നത്. ട്രംപ് ഇറാനു നേരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ അംഗീകരിക്കുന്നതായി ഇറാനും വ്യക്തമാക്കിയത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയും ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ യുദ്ധത്തിൽ രാജ്യം ഒരു ചരിത്രപരമായ വിജയം നേടിയതായാണ് പറയുന്നത്. 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുൻപിൽ വച്ചിരിക്കുന്നത്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ നിയന്ത്രണം തുടരാൻ അനുവദിക്കുക, ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുക, യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങൾക്ക് സാമ്പത്തിക പരിഹാരം ചെയ്യുക ഉൾപ്പെടെയുള്ളവയാണ് ഇറാന്റെ ഉപാധികൾ. വെള്ളിയാഴ്ച പാകിസ്ഥാനിൽ ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ഈ നിർദ്ദേശങ്ങളിലാകും ചർച്ച നടക്കുക. പാകിസ്ഥാൻ വഴിയാണ് അമേരിക്കയ്ക്ക് ഇറാൻ നിർദ്ദേശങ്ങൾ കൈമാറിയത്. നിലവിലെ പ്രഖ്യാപനമനുസരിച്ച് 15 ദിവസം വരെയാകും വെടിനിർത്തൽ നിലനിൽക്കുക. വേണമെങ്കിൽ അത് നീട്ടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ഇറാന്റെ സുരക്ഷാ കൗൺസിൽ. ഇറാനിയൻ സേനയും സഖ്യകക്ഷികളും മേഖലയിലുടനീളം വലിയ പ്രഹരമേൽപ്പിച്ചതാണ് ഒരു വെടിനിർത്തലിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ശത്രു അഥവാ അമേരിക്ക 1 മാസത്തോളമായി വെടിനിർത്തലിനായി യാചിക്കുകയായിരുന്നുവെന്നും ഇറാൻ സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്നർത്ഥമില്ലെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയില്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ ചർച്ചാ കാലയളവിൽ അമേരിക്കയോ ഇസ്രായേലോ എന്തെങ്കിലും ഒരു തെറ്റായ നടപടി സ്വീകരിച്ചാൽ അതിനെ ശക്തമായി നേരിടുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിർദ്ദേശത്തിലെ നിബന്ധനകൾ പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ യുദ്ധത്തിന് ഔപചാരികമായ ഒരു അന്ത്യമാകുകയുള്ളൂ എന്നും ഇറാൻ പ്രസ്താവനയിൽ പറയുന്നു. വെടിനിർത്തൽ കരാർ ലോക സമാധാനത്തിനുള്ള ഒരു വലിയ ദിനമാണെന്നും ഹോർമുസ് കടലിടുക്കിലെ ചരക്കു ഗതാഗതത്തിന് അമേരിക്ക സഹായിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. ധാരാളം നല്ല നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. നിലവിലെ വെടിനിർത്തൽ ഇറാന്റെ വിജയമായാണ് ഒരു വിഭാഗം വിദഗ്ധർ ഉൾപ്പെടെ കാണുന്നത്. കാരണം ഇറാൻ പുറത്തെടുത്ത ചെറുത്തുനിൽപ്പ് തന്നെയാണ്. 4 ആഴ്ച മുൻപാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ 80% നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ അവകാശപ്പെട്ടത്. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ഇറാൻ അമേരിക്കയുടെ നൂതന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വെടിവെച്ചിട്ടിരുന്നു. ഒപ്പം ശക്തമായ ആക്രമണവും ഇറാൻ നടത്തിപ്പോന്നിരുന്നു. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കിയെന്ന വീരവാദം മുഴക്കുമ്പോഴായിരുന്നു ഈ ആക്രമണങ്ങൾ അത്രയും നടന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ട്രംപ് പ്രഖ്യാപിച്ച ഇറാനിലെ ഭരണമാറ്റമാകട്ടെ നടന്നിട്ടുമില്ല. നിലവിലും ഇറാനിലെ ഭരണകൂടം അതിശക്തമായി തന്നെ തുടരുകയാണ്. അങ്ങനെ നയതന്ത്രപരമായി വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് കൂടി അടച്ചതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുകയും ചെയ്തിരുന്നു. എല്ലാ തരത്തിലും ഇറാനിൽ കുടുങ്ങിക്കിടന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. ഇനി അറിയേണ്ടത് മധ്യസ്ഥ ചർച്ചകളുടെ അന്തിമ ഫലമാണ്.